രണ്ട് ടൈപ്പ് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് മാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എലാസ്റ്റിക്കിൻ്റെ വയറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ആണ് കൊളുത്ത് കൊടുക്കണത്. ആദ്യം അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വയറെടുക്കാം കേട്ടോ. ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗിയർ ലോക്ക് എടുത്തിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാം കേട്ടോ. ഇതിലേക്ക് ബീഡ്സുകൾ പുറത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് വൈറ്റ് ബീഡ്സാണ് കേട്ടോ പുറത്ത് കൊടുക്കുന്നത്. വൈറ്റ് പേൾ ഇത്രയും കോർത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബീഡ്സ് പുറത്ത് കൊടുക്കാം കേട്ടോ. ബീഡ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊരു ഗ്ലേസിങ്ങൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ബീഡാണ്. ഇത് കോർക്കാം. ഒരു എണ്ണം കോർത്തതിന് ശേഷം വൈറ്റ് പേളാണ് കേട്ടോ ഞാൻ കോർക്കണത്. മക്കളൊക്കെ സ്കൂൾ തുറന്നിട്ട് പോയി തുടങ്ങുമ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റണ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതായിട്ടുള്ള മാലയാണ് കേട്ടത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി കോർക്കാം കേട്ടോ. കണ്ടില്ലേ ഈ ബീഡ്സും കോർത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വൈറ്റ് പേള് കോർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് കോർത്തുണ്ട് കേട്ടോ. നമുക്ക് കൊളുത്തിൻ്റെ മറ്റേ ഭാഗം കോർക്കാം. അത് കഴിഞ്ഞിട്ട് ഗിയർ ലോക്ക് കോർത്തിട്ട് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു മാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. നമുക്ക് അടുത്ത മാല ഉണ്ടാക്കാം കേട്ടോ. ഈ ടൈപ്പ് ബീഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫിഷ് വയറാണ് കേട്ടോ എടുത്തുള്ളത്. എലാസ്റ്റിക്കിൻ്റെ വയർ എൻ്റെ കയ്യിൽ കഴിഞ്ഞു കൊടുക്കണം. ഇത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കഴിഞ്ഞത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഫിഷ് വയർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ലോക്കൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ കോർക്കണത് വൈറ്റ് ബീഡാണ് കേട്ടോ. മറ്റേ മാലയ്ക്ക് കോർത്ത പോലെ തന്നെ ആ വൈറ്റ് ബീഡ് കുറച്ച് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും വൈറ്റ് ബീഡ് കോർത്തുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു വൈറ്റ് ബീഡാണ് കേട്ടോ കോർക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കളർ ബീഡ് കോർക്കാം കേട്ടോ. അതൊരെണ്ണം കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ചെറിയ വൈറ്റ് ബീഡ് അങ്ങനെയാണ് കേട്ടോ കോർക്കണത്. ഇനി അടുത്ത കളർ എടുക്കാം കേട്ടോ. പിന്നെ വീണ്ടും വൈറ്റ് ബീഡ് അങ്ങനെ നമുക്കിത് കോർത്തെടുക്കാം കേട്ടോ. ഇത് മുഴുവനും കോർത്തുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ വൈറ്റ് ബീഡ് കോർത്തെടുക്കാം. അങ്ങനെ ഈ മാലയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മാലയുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ മാല രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ബീഡ്സിൻ്റെ ഭംഗി തന്നെയാണ് ഈ മാലയ്ക്ക് കൊടുക്കണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.